നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഹമ്മദ് ജസീമിന്റെ മരണം കൊലപാതകമാണെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി SP ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ചെങ്ങറ കോളനിയിൽ കുടിവെള്ളം മുട്ടി. പരിഹാര നടപടി ആവശ്യപ്പെട്ട് ചെങ്ങറ കുടുംബങ്ങൾ ഒഴിഞ്ഞ കുടങ്ങളുമായി RD ഓഫീസിന് മുന്നിൽ സമരം നടത്തി. എൻഡോസൾഫാൻ ജനകീയ പീഡിത മുന്നണി കാസർഗോഡ് മേഖലാ കൺവെൻഷൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. ദയാബായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കള്ളക്കളി നടത്തുകയാണെന്ന് ആരോപണം. കരട് വോട്ടർ ലിസ്റ്റിൽ അസോസിയേഷനുകളുടെ നോമിനിമാരെ വെട്ടിനിരത്തുകയും അർഹരല്ലാത്തവരെ തിരികെ കയറ്റുകയും ചെയ്തെന്ന പരാതിയുമായി ഒരു വിഭാഗം രംഗത്ത്. അഖില കേരള യാദവ സഭ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടന്നു. യാദവ് മഹാസഭ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സ്വപൻ കുമാർ ഘോഷ് ഉദ്ഘാടനം ചെയ്തു. TC മാധവ് പണിക്കരുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കാസർഗോഡ് നടന്ന അനുശോചന യോഗത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. GST വന്നിട്ടും മഞ്ചേശ്വരത്ത് നികുതി വകുപ്പ് പഴയ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിടുന്നത് തുടരുന്നു. വാണിജ്യ നികുതി വകുപ്പിന്റെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും തുറന്നു പ്രവർത്തിപ്പിച്ചാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കീഴൂർ സ്വദേശിയും മാങ്ങാട് ചോയിച്ചിങ്കലിലെ താമസക്കാരനുമായ ജാഫറിന്റെ മകൻ മുഹമ്മദ് ജസീമിന്റെ മരണം കൊലപാതകമാണെന്നും ജസീമിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിനു ശേഷം നടന്ന ധർണാ സമരം മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവ് കച്ചവടം എന്ന നിലയ്ക്ക് മാത്രമല്ല ഹറാം, ജസീമിനെ പോലെയുള്ള പൊന്നോമന മക്കളുടെ ജീവൻ കവർന്നെടുക്കുന്ന കഞ്ചാവ് കച്ചവടക്കാർ ഏത് അരമനയിൽ കിടക്കുന്ന അപ്പോസ്തലന്മാരായാലും അവരെ പിടിച്ചു കെട്ടിയേ പറ്റൂ, ഒരു സംശയവുമല്ല. ഈ സമരം ഇവിടെ ഒരു തുടക്കം മാത്രമാണ്. ജസീമിന്റെ കൊലപാതകികൾ ആരായാലും, എത്ര വേണ്ടപ്പെട്ടവരായാലും, ഈ സമൂഹത്തിൽ ഏത് ഉന്നതരായാലും അവരെ പിടിച്ചു കെട്ടുന്നതുവരെ, ഇരുമ്പടികൾക്കിടയിൽ അവരെ അടയ്ക്കുന്നതുവരെ ഈ സമരം ഒരു സമയത്തും നമ്മൾ വിശ്രമിക്കില്ല. ഈ സമരം മുന്നോട്ട് പോകും. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ മാക്കോട് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ താജുദ്ദീൻ, മൊയ്തീൻ കുഞ്ഞി കളനാട്, കബീർ മാങ്ങാട്, ഉസ്മാൻ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ഹമീദ് ചാത്തങ്കൈ, അഷ്റഫ് ഇംഗ്ലീഷ്, ബഷീർ, ആയിഷത്ത് ചമയില, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ മാർച്ച് 1 ജസീം വീട്ടിൽ നിന്നും പോയത്. പിന്നീട് മാർച്ച് 5 കളനാട് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് പുല്ലിട്ട് നിറച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ജസീം ട്രെയിൻ തട്ടി മരിച്ചതായാണ് കണ്ടെത്തിയത്. എന്നാൽ ജസീമിന്റെ മരണം കൊലപാതകമാണെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് SP ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. ചെങ്ങറ കോളനിയിൽ കുടിവെള്ളം മുട്ടി. ഇതുവരെയായും പരിഹാര നടപടിയില്ല. ചെങ്ങറയിലെ കുടുംബങ്ങൾ ഒഴിഞ്ഞ കുടങ്ങളുമായി RD ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പെരിയയിലെ ചെങ്ങറ കുടുംബങ്ങൾ താമസിക്കുന്ന പുനരധിവാസ കേന്ദ്രത്തിൽ കുടിവെള്ളം മുട്ടി. 1.5 മാസം പിന്നിട്ടിട്ടും പരിഹാര നടപടിയുമായില്ല. 40-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പുനരധിവാസ കേന്ദ്രത്തിലാണ് കുടിവെള്ളം മുട്ടിയത്. കിലോമീറ്ററുകൾ താണ്ടിയാണ് പുനരധിവാസ കേന്ദ്രത്തിലെ കുടുംബങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നത്. ചെങ്ങറ പാക്കേജിന്റെ ഭാഗമായി കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ച കുഴൽക്കിണർ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പൂർണ്ണമായും കുടിവെള്ളം നിലച്ചതോടെ ചെങ്ങറ കുടുംബാംഗങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ചെങ്ങറ കുടുംബങ്ങളുടെ ദുരിതം നേരിട്ടറിഞ്ഞ മനുഷ്യാവകാശ കമ്മീഷൻ K മോഹൻകുമാർ നേരിട്ട് കേസെടുത്തിരുന്നു. ജില്ലാ കളക്ടറോടും പുല്ലൂർ പെരിയ പഞ്ചായത്ത് സെക്രട്ടറിയോടും ജനുവരി 15-നകം നടപടികൾ ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ചെങ്ങറ കുടുംബങ്ങൾ സമരവുമായി RD ഓഫീസിന് മുന്നിലെത്തിയത്. ഒഴിഞ്ഞ കുടവുമായി എത്തിയ ചെങ്ങറ കുടുംബാംഗങ്ങൾ നഗരത്തിൽ പ്രകടനവും നടത്തി. തുടർന്ന് RD ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം C ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചെങ്ങറ കുടുംബാംഗങ്ങൾ സമരത്തിനെത്തിയത്. ഞങ്ങളവിടെ വന്നതിന് ശേഷം അവിടെ ഇപ്പോൾ 4 കുഴൽക്കിണർ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുഴൽക്കിണർ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 80 കുടുംബങ്ങൾ ഇപ്പം താമസിക്കുന്ന 85 കുടുംബങ്ങൾക്ക് ആവശ്യമായ ഒരു കിണറായിരുന്നു. അത് പിന്നെ എങ്ങനെയോ ഷോക്കായിപ്പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതായിട്ട് ഇപ്പോൾ 1.5 മാസക്കാലമായി. ഞങ്ങളിവിടെ നിവേദനം കൊടുത്തപ്പോൾ ഇവർ ഇങ്ങനെ ഒരു നിവേദനം കിട്ടിയതായിട്ട് പോലും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറോടും പറയുന്നില്ല. അപ്പം ചെങ്ങറക്കാരെങ്ങനെ ജീവിച്ചോളും എന്നാണ് ഇവിടുത്തെ ഭരണാധിപൻ കരുതുന്നതെങ്കിൽ നിങ്ങൾ
ഈ 2018 വെറും മണ്ടന്മാരാണെന്ന് ഇവിടുത്തെ ഭരണാധികാരി IAS-കാരനാണെന്ന് കളക്ടർ മനസ്സിലാക്കിക്കൊള്ളാനാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം, ഈ പ്രതിഷേധ സമരം ഇങ്ങനെയല്ല ഇനിയും ഞങ്ങൾ. കെയർ നാരായണ സൊസൈറ്റി സെക്രട്ടറി തോമസ് ആന്റണി, കോളനി കമ്മിറ്റി പ്രസിഡന്റ് കെ തങ്കപ്പൻ, രവീന്ദ്രൻ, ഡി ശാമുവേൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വമേകി. എൻഡോസൾഫാൻ ജനകീയ പീഡിത മുന്നണി കാസർഗോഡ് മേഖലാ കൺവെൻഷൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്തു. അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകും. 26 നിരാഹാരം, അനിശ്ചിതമായിട്ട് ഞാൻ നിരാഹാരം കിടക്കും. എല്ലാവരും നിങ്ങളോട് കൂടെയുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ മറ്റു പലയിടത്തും. ശിവകുമാർ എൺമകജെ അധ്യക്ഷത വഹിച്ചു. ശശിധരൻ ബെള്ളൂർ, പ്രേമചന്ദ്രൻ ചോമ്പാല, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, അരുണി കാടകം, കാവ്യ കുമ്പടാജെ, ഷൈനി പി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. എൻഡോസൾഫാൻ ഇരകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 26-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല പട്ടിണി സമര പ്രഖ്യാപനവും നടന്നു. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കൊണ്ട് സമരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അനുവദിക്കില്ലെന്നും സർക്കാർ തീരുമാനങ്ങളും സുപ്രീം കോടതി വിധിയും നടപ്പിലാക്കുവാൻ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൺവെൻഷനിൽ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ജനുവരി 26-ന് നടക്കുന്ന ജില്ലാ സ്പോർട്സ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കള്ളക്കളി നടത്തുകയാണെന്ന ആരോപണവുമായി ഒരു വിഭാഗം രംഗത്ത്. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ ലിസ്റ്റിൽ പല അസോസിയേഷനുകളുടെയും നോമിനിമാരെ വെട്ടിനിരത്തുകയും അർഹരല്ലാത്തവരെ തിരികെ കയറ്റുകയും ചെയ്തിരിക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ അംഗീകൃത അസോസിയേഷനുകളായ ഫുട്ബോൾ, കബഡി, ഒളിമ്പിക്, ടേബിൾ ടെന്നീസ്, ജിംനാസ്റ്റിക്, തൈക്കൊണ്ടോ എന്നീ അസോസിയേഷനുകളുടെ നോമിനികളെയാണ് വെട്ടിനിരത്തിയിരിക്കുന്നതെന്നാണ് പരാതി. കൂടാതെ ബോക്സിംഗ്, ആർച്ചറി, ഫെൻസിംഗ്, വുഷു, ആട്യാപാടിയ എന്നീ അസോസിയേഷനുകളുടെ തെരഞ്ഞെടുത്ത നോമിനികളെ മാറ്റി CPM ലോക്കൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ തിരികെ കയറ്റിയെന്നും ഒരു വിഭാഗം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയെ സംബന്ധിച്ചും അസോസിയേഷൻ നോമിനികളെ ഒഴിവാക്കിയത് സംബന്ധിച്ചും സംസ്ഥാന റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ പരാതി നൽകിയിട്ടുണ്ട്. മുൻ പ്രസിഡന്റിന്റെ കാലത്തുണ്ടായ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളുടെ മുൻപിൽ എത്തിച്ചതിനാണ് ഈ പ്രതികാര നടപടിയെന്നും ഇവർ ആരോപിച്ചു. ബോക്സിംഗ്, ആർച്ചറി, ഫെൻസിംഗ്, ഉഷു, ആട്യാപട്യ എന്നീ അസോസിയേഷനുകൾക്ക് ഈ നേരത്തെ ഉണ്ടായ നോമിനികളെ മാറ്റി പകരം CPIM ലോക്കൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ പ്രജേഷ് M, സുഭാഷ് ചാത്തമത്ത്, പ്രഭാകരം ഒലിവറമ്പ്, ശോഭാബാലൻ മാണിയാട്ട്, ജയചന്ദ്രൻ അച്ചാന്തുരുത്തി എന്നിവരെയാണ് കരട് പട്ടികയിൽ കയറിക്കൂടിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു അസോസിയേഷൻ നമ്മുടെ ജില്ലയിൽ വരണമെങ്കിൽ ആദ്യം എഡ്വോ കമ്മിറ്റി വരണം. എഡ്വോ കമ്മിറ്റി വന്നിട്ട് അതിൻ്റെ പ്രവർത്തനം നോക്കിയിട്ട് വീണ്ടും ജില്ലാ അസോസിയേഷൻ രൂപീകരിക്കണം. അത് രൂപീകരിക്കുന്ന സമയത്ത് ഈ ജില്ലയിൽ മിനിമം 8 മെമ്പർ ക്ലബ്ബ് വേണം. ഏതൊരു ഡിസിപ്ലിനും 8 മെമ്പർ ക്ലബ്ബ് ഉണ്ടായാലേ ആ ഒരു ഡിസിപ്ലിന് ഉണ്ടാക്കാം. ആ 8 മെമ്പർ ക്ലബിൻ്റെ അതിൻ്റെ പാർട്ടിസിപ്പൻസ് എല്ലാം കൊണ്ടുവന്ന് 15 ദിവസം മുമ്പ് നോട്ടീസ് നൽകി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നോട്ടീസ് ബോർഡിൽ പതിച്ച് ആരെങ്കിലും പരാതി ഉണ്ടാകുന്ന നോക്കി അതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അതൊന്നും ഇല്ലാതെയാണ് ഈ 3 പേരും ഇപ്പോൾ ഇതിൽ കയറിക്കൂടിയിട്ടുള്ളത്. വിവിധ അസോസിയേഷനുകളുടെ നോമിനിമാരായ NA സുലൈമാൻ, വിനോദ് കുമാർ അച്ചാന്തുരുത്തി, അഷ്റഫ് മധൂർ, സദാനന്ദ റൈ, സുധീർ കുമാർ, പ്രവീൺ രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില കേരള യാദവ സഭ സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് നടന്നു. യാദവ് മഹാസഭ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സ്വപൻ കുമാർ ഘോഷ് ഉദ്ഘാടനം ചെയ്തു. Came under the influence, rapidly developed a sense of self-respect and spirit of patriotism. These religious reform movements influenced the educated Jadavs who started organizing the downtrodden Jadavas in different parts of India. Socio-religious movements against the deprivation of Jadavas by the upper caste were first started in Bombay in the year 1901 by the leadership of V.R. Ketkar Jadhav. He wrote many articles on the past and present conditions of the Jadavas. His divine heritage of the Jadavas influenced the Jadavas and developed the sense of self-respect. സ്വാഗത സംഘം ചെയർമാൻ ഗംഗാധരൻ നെല്ലിത്തല അധ്യക്ഷത വഹിച്ചു.
എന്നെ നെല്ലിക്കുന്നി MLA, സംസ്ഥാന ജനറൽ സെക്രട്ടറി M. രമേശ് യാദവ്, VV കരുണാകരൻ, സത്യൻ പൂച്ചക്കാട്, B. ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. നവോത്ഥാനം സാമൂഹിക നീതി സംവരണം എന്ന വിഷയത്തിൽ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുൻ ഡയറക്ടർ VR ജോഷി ക്ലാസ് എടുത്തു. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് EK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ മുന്നോടിയായി കാസർഗോഡ് നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി വയലപ്ര നാരായണനെ പ്രസിഡന്റായും, വിജയരാഘവൻ കണ്ണൂരിനെ ജനറൽ സെക്രട്ടറിയായും, സദാനന്ദൻ കണ്ണൂരിനെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് പീപ്പിൾസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് പ്രൊഫസർ TC മാധവ പണിക്കരുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കാസർഗോഡ് നടന്ന അനുശോചന യോഗത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പീപ്പിൾസ് ഫോറം പ്രസിഡന്റ് PT ഉഷ അധ്യക്ഷയായി. KPCC നിർവാഹക സമിതി അംഗം ബാലകൃഷ്ണ വോർക്കടലു, CPM ഏരിയ സെക്രട്ടറി ഹനീഫ, മൂസ B ചെർക്കള, V രാജൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. HVACR എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും ഓഫീസ് ഉദ്ഘാടനവും പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സാജൻ ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ജില്ലയിൽ ഈ റേറ്റ് കാർഡിന്റെ ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആ ജില്ലയിലെ മെമ്പർമാർ മാത്രമാണ്. യൂണിയൻ ചെയ്യേണ്ടതായ സകലമാന സൗകര്യങ്ങളും യൂണിയൻ ചെയ്തു. ഈ വിഷയത്തിൽ കേരള സംസ്ഥാനത്ത് ഇന്ന് നിശ്ചിത കൂലിയുണ്ട്. നമ്മളത് കേരള ഗവൺമെന്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതവർ സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ കാര്യമാണ്, അതെന്ന് അംഗീകരിക്കും, അതങ്ങനെ നടന്നോട്ടെ. പക്ഷെ നമ്മൾ കേരള ഗവൺമെന്റിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഫ്രിജറേഷൻ തൊഴിലാളികൾ എന്നൊരു വിഭാഗമുണ്ട്. അവരെ ഗവൺമെന്റ് ഇതുവരെ കണ്ടിട്ടില്ല. അവർക്ക് ഇതുവരെ ഒരു മിനിമം കൂലി നിശ്ചയിച്ചിട്ടില്ല ഗവൺമെന്റ്. അതുകൊണ്ട് ഇതിലേക്കൊരു നടപടി ഉണ്ടാകണം. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ബീച്ച് റോഡിലുള്ള കാസർഗോഡ് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്നി MLA നിർവഹിച്ചു. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നഗരത്തിൽ പ്രകടനവും നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ലയം കലാക്ഷേത്രത്തിന്റെ 23ാമത് നൃത്ത സംഗീതോത്സവവും സർട്ടിഫിക്കറ്റ് വിതരണവും വെള്ളിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ലയം കലാക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ B. ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും കൊറിയോഗ്രാഫറുമായ ഉമാ തപസ്യാനന്ദ സാംസ്കാരിക സദസ്സിൽ വിശിഷ്ടാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയം കലാക്ഷേത്രത്തിൻ്റെ കാസർഗോഡ് സ്ഥാപനം, അതായത് 21 വർഷം പൂർത്തിയാക്കിയ കാസർഗോഡ് സ്ഥാപനത്തിൻ്റെ 23ാമത് നൃത്ത സംഗീതോത്സവ പരിപാടിയാണ് ഈ വരുന്ന ഡിസംബർ 28-ാം തീയതി ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ എന്നെ നെല്ലിക്കുന്ന് MLA അവർകളാണ്. അതുപോലെ തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് കുട്ടികൾക്ക് അത് നമ്മുടെ ISO സർട്ടിഫിക്കറ്റ് നമ്പർ ചേർത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും കൊറിയോഗ്രാഫറുമായ ഉമാ തപസ്യാനന്ദ തിരുവനന്തപുരം എല്ലാവർക്കും നൽകുകയാണ്. വാർത്താസമ്മേളനത്തിൽ KV വേണുഗോപാൽ, രാജൻ കരിവെള്ളൂർ, M. കൃഷ്ണൻ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ VV പ്രഭാകരന്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഓർമ്മകൾ ചിലമ്പിടുമ്പോൾ, അപ്പൂപ്പൻ കരയുന്നു എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗം തലവൻ ഡോക്ടർ AM ശ്രീധരൻ നിർവഹിച്ചു. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്ന സാഹചര്യത്തിൽ കയ്യക്ഷരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് SK പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ എന്നുള്ള കഥയിൽ കയ്യക്ഷരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. ഈ കഥയിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കയ്യിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, എഴുത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കരം കൊണ്ട് കടലാസിൽ എഴുതുന്ന സന്ദർഭത്തിൽ
ആലേഖനം ചെയ്യപ്പെടുന്ന ഹൃദയദ്രവീകരണ ശക്തിയുള്ള വികാരങ്ങളുടെ സ്പന്ദനം യഥാർത്ഥത്തിൽ ഈ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കവി KV മണികണ്ഠദാസ് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് സുറാബ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി എന്നിവർ ഏറ്റുവാങ്ങി. ഹരീഷ് പന്തക്കൽ, പത്മനാഭൻ ബ്ലാത്തൂർ എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി. എന്നെ നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരുന്നു. GB വത്സൻ, PS ഹമീദ്, ദിവാകരൻ വിഷ്ണുമംഗലം, നാലാപ്പാടം പത്മനാഭൻ, രാധാകൃഷ്ണ ഉളിയത്തടുക, അഷ്റഫ് അലി ചേരങ്കൈ, VR സദാനന്ദൻ, CL ഹമീദ്, രാഘവൻ വെള്ളിപ്പാടി, രവീന്ദ്രൻ പാടി, സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള, വിനോദ് കുമാർ പെരുമ്പള, അത്തീഖ് ബേവിഞ്ച എന്നിവർ സംസാരിച്ചു. VV പ്രഭാകരൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് KCN. GST വന്നിട്ടും മഞ്ചേശ്വരത്ത് നികുതി വകുപ്പ് പഴയ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിടുന്നത് തുടരുന്നു. മഞ്ചേശ്വരം വാണിജ്യ നികുതി വകുപ്പിന്റെ കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും തുറന്ന് പ്രവർത്തിപ്പിച്ചാണ് ഇപ്പോഴും ചെക്ക് പോസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നത്. പഴയ നികുതി സമ്പ്രദായം നിർത്തലാക്കി GST വന്നതോടെ ചെക്ക് പോസ്റ്റ് എന്ന ആശയം അപ്രസക്തമായിട്ടും മഞ്ചേശ്വരത്ത് നികുതി വകുപ്പ് പഴയ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നത് തുടരുന്നു. ഹൊസങ്കടി വാമഞ്ചൂരിൽ പ്രവർത്തിച്ചിരുന്ന പഴയ മഞ്ചേശ്വരം വാണിജ്യ നികുതി വകുപ്പിന്റെ കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും തുറന്ന് പ്രവർത്തിപ്പിച്ചാണ് ഇപ്പോഴും ചെക്ക് പോസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നത്. സംസ്ഥാനം കടന്നെത്തുന്ന ഒട്ടുമിക്ക ചരക്കു വാഹനങ്ങളും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ തടഞ്ഞ് പരിശോധിക്കുന്നതും വാഹനം മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുന്നതും പതിവാണെന്ന് ലോറി ഡ്രൈവർമാർ പറയുന്നു. टैंकर ड्राइवर हैं, 8 दिन हो गए केरला या मंजेश्वर बॉर्डर पे खड़े हैं, कोई सुनवाई नहीं हो रही. फैक्ट्री वाले क्या बोल रहे हैं, कोर्ट का ऑर्डर क्या बोल रहा है, कुछ नहीं बता रहे. 8 दिन हो गए हम लोग परेशान हैं सब टैंकर वाले. हम गाड़ी पंजाब से BCL कंपनी से पालाकाट केरला में लेके आ रहे हैं, अभी मंजेश्वर बॉर्डर पे ही खड़े हैं. जो भी दुनिया सुनती है कृपा हमारे लोगों की मदद करें. ഇതുമൂലം ദേശീയപാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. നേരത്തെ ചെക്ക് പോസ്റ്റ് നിലവിലുണ്ടായിരുന്ന സമയത്ത് ചരക്ക് വാഹനങ്ങൾ നിർത്തിയിടുന്നത് മൂലം ദേശീയപാതയിൽ അപകടം പതിവായിരുന്നു. വർഷത്തിൽ ശരാശരി 10ഓളം പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നത്. ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർന്നതിനെ തുടർന്ന് ദേശീയപാതയിൽ നിന്നും അല്പം മാറി സംയോജിത ചെക്ക് പോസ്റ്റ് നിർമ്മാണം എന്ന ആശയം ഉയരുകയും ഭൂമി കണ്ടെത്തി കെട്ടിട നിർമ്മാണം ആരംഭിക്കുവാൻ ഒരുങ്ങുന്നതിനിടയിലാണ് GST നിലവിൽ വന്നത്. ഇതോടെ ചെക്ക് പോസ്റ്റ് അപ്രസക്തമാവുകയും അപകടമരണങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. ഇതിൽ നാട്ടുകാർ ആശ്വാസം കൊള്ളുന്നതിനിടയിലാണ് നികുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അനധികൃതമായി ചെക്ക് പോസ്റ്റ് പ്രവർത്തിപ്പിച്ചു വരുന്നത്. അനധികൃത ചെക്ക് പോസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ ജില്ലാ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷൻ ഹർഷാദ് വോർക്കാടിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുമായി വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ PTA പ്രസിഡന്റ് K. യോഗേഷ് നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ക്യാമ്പിന്റെ ഭാഗമായി സെമിനാറും വിവിധ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ASI അനീഷ്, ഉമേഷ് മധൂർ, അനിത തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ടൂറിസം സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭാരത് ഭവൻ, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ കലാസംഘങ്ങൾ അണിനിരക്കുന്ന ഫെസ്റ്റ് ഡിസംബർ 26-ന് മേലാങ്കോട്ട് ലയൺസ് ക്ലബ് ഹാളിലാണ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് ടൂറിസം സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭാരത് ഭവൻ, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 26-ന് മേലാങ്കോട്ട് ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് സാംസ്കാരികോത്സവം നടക്കുന്നത്. ആസാം, മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിലെ കലാസംഘങ്ങൾ അണിനിരക്കുന്ന ഫെസ്റ്റ് സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനാവും. പ്രൊഫസർ AM ശ്രീധരൻ പ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ C. ബാലകൃഷ്ണൻ, വൈസ് ചെയർമാൻ കുമാരൻ ഐശ്വര്യ, കൺവീനർ PK നിശാന്ത്, വിനു പെരളം, A. ചന്ദ്രൻ, KM സുധാകരൻ, KV ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂൾ ക്ലാസ് PTA യോഗം വഞ്ചിവീട്ടിൽ. ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നോടിയായിരുന്നു യോഗം. പുഴയും തുറമുഖവും പ്രകൃതിയുടെ സൗന്ദര്യ കാഴ്ചകളും കുട്ടികൾക്ക് പുതിയ പഠനാനുഭവമായി.
എന്നും സ്കൂളിലെ ക്ലാസ് മുറിയിലായിരുന്നു കുട്ടികളുടെ പഠന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ക്ലാസ് PTA യോഗം ചേർന്നിരുന്നത്. എന്നാൽ ചെറിയാക്കര ഗവൺമെൻറ് LP സ്കൂളിലെ CPTA യോഗം ഇത്തവണ ചേർന്നത് ക്ലാസ്സിലല്ല, ബോട്ടിലാണ്. ക്രിസ്തുമസ് അവധിക്കായി വിദ്യാലയങ്ങൾ അടക്കുന്നതിന് മുന്നോടിയായി ചേർന്ന ക്ലാസ് PTA വേറിട്ട രീതിയിൽ ഒരുക്കണമെന്ന് തീരുമാനിച്ചത് രക്ഷിതാക്കൾ തന്നെയാണ്. അങ്ങനെയാണ് ചെറിയാക്കരയിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വഞ്ചി വീട്ടിൽ ഒത്തുചേർന്നത്. പ്രകൃതിയുടെ സൗന്ദര്യ കാഴ്ചകളും കുട്ടികൾക്ക് പഠനാനുഭവമായി മാറുകയും ചെയ്തു. അച്ചാന്തുരുത്തിയിൽ നിന്നും വഞ്ചി വീട് പുറപ്പെട്ടപ്പോൾ തന്നെ യോഗം ആരംഭിച്ചു. ആദ്യം പ്രധാനാധ്യാപിക P. ബേബി രക്ഷിതാക്കളെ അഭിസംബോധന ചെയ്തു. പിന്നീട് കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണം നടന്നു. രക്ഷിതാക്കളും അധ്യാപകരുമായി പഠനകാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളും നടന്നു. വിദ്യാലയം തയ്യാറാക്കിയ അവധിക്കാല പ്രവർത്തന പുസ്തകങ്ങളും രക്ഷിതാക്കൾക്ക് കൈമാറി. 3-4 ക്ലാസ്സിലെ കുട്ടികൾക്ക് അവധിക്കാല വായനയ്ക്കായി ലൈബ്രറി പുസ്തകങ്ങളും നൽകി. CPTA യോഗത്തിന് ശേഷം ക്രിസ്മസ് ആഘോഷവും നടന്നു. കേക്ക് മുറിച്ചും പാട്ടുകൾ പാടിയും വഞ്ചി വീട്ടിലെ ക്രിസ്തുമസ് ആഘോഷം കെങ്കേമമായി. കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരുന്ന ചെറിയാക്കര ഗവൺമെൻറ് LP സ്കൂൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. 75 കർമ്മ പദ്ധതികളുടെ ഭാഗമായാണ് വേറിട്ട ക്ലാസ് PTA യോഗത്തിന് വേദിയൊരുക്കിയത്. അധ്യാപകരായ M. മഹേഷ് കുമാർ, N. മഞ്ജുള, K. സതീശൻ, രേഷ്മ, നാരായണൻ, സരോജിനി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുഹമ്മദ് ജസീമിന്റെ മരണം കൊലപാതകമാണെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി SP ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ചെങ്ങറ കോളനിയിൽ കുടിവെള്ളം മുട്ടി. പരിഹാര നടപടി ആവശ്യപ്പെട്ട് ചെങ്ങറ കുടുംബങ്ങൾ ഒഴിഞ്ഞ കുടങ്ങളുമായി RD ഓഫീസിന് മുന്നിൽ സമരം നടത്തി. എൻഡോസൾഫാൻ ജനകീയ പീഡിത മുന്നണി കാസർഗോഡ് മേഖലാ കൺവെൻഷൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. ദയാബായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കള്ളക്കളി നടത്തുകയാണെന്ന് ആരോപണം. കരട് വോട്ടർ ലിസ്റ്റിൽ അസോസിയേഷനുകളുടെ നോമിനിമാരെ വെട്ടിനിരത്തുകയും അർഹരല്ലാത്തവരെ തിരികെ കയറ്റുകയും ചെയ്തെന്ന പരാതിയുമായി ഒരു വിഭാഗം രംഗത്ത്. അഖില കേരള യാദവ സഭ സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് നടന്നു. യാദവ് മഹാസഭ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സ്വപൻ കുമാർ ഘോഷ് ഉദ്ഘാടനം ചെയ്തു. TC മാധവ് പണിക്കരുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കാസർഗോട്ട് നടന്ന അനുശോചന യോഗത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. GST വന്നിട്ടും മഞ്ചേശ്വരത്ത് നികുതി വകുപ്പ് പഴയ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിടുന്നത് തുടരുന്നു. വാണിജ്യ നികുതി വകുപ്പിന്റെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും തുറന്നു പ്രവർത്തിപ്പിച്ചാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.